ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ പറയാൻ പോണ ടോപ്പിക്ക് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് വൺ ഓഫ് ദ പ്രഷ്യസ് തിങ് ഇൻ ലൈഫ് വിച്ച് വി കനോട്ട് ഗെറ്റ് ബാക്ക്. ടൈം, സമയത്തെക്കുറിച്ചാണ്. ഹൗ ടു മാനേജ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്. ഓക്കെ, സോ ഇന്ന് ഞാൻ 3 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോണത്. ഫസ്റ്റ് തിങ്, വി കനോട്ട് മാനേജ് ടൈം നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. വി ഹാവ് ടു മാനേജ് തിങ്സ് ഇൻസൈഡ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദ ടൈം, അല്ലേ? അതിൽ ഫസ്റ്റ് തിങ് ആണ്, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി ഹാവ് ടു ലേൺ ഹൗ ടു മാനേജ് പീപ്പിൾ. ഓക്കെ, ആളുകൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് 2 കൈൻഡ് ഓഫ് ആളുകളുണ്ട്. ഒന്ന്, ദ പീപ്പിൾ ഹൂ നീഡ്സ് അവർ ടൈം. 2, പീപ്പിൾ ഹൂ വാണ്ട്സ് അവർ ടൈം. നീഡ്സ് ഔട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പാരൻസ്, നമ്മുടെ സ്പൗസ്, നമ്മുടെ കുട്ടികൾ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ജോലിയിലാണെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസ്, നമ്മുടെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സ്, ഓൾ ദീസ് പീപ്പിൾ നീഡ്സ് അവർ ടൈം. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു അലോക്കേറ്റ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടൈം എവറി സിംഗിൾ ഡേ ഫോർ ദിസ് പീപ്പിൾ. അല്ലെങ്കിൽ അത് ഒരു ബേസ്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ, സോ വി ഹാവ് ടു എൻഷുർ വി ഹാവ് ടൈം സ്ലോട്ട്സ് ഫോർ എവറി പീപ്പിൾ ഹൂ നീഡ്സ് അവർ ടൈം ഇൻ എവറി സിംഗിൾ ഡേ. രണ്ടാമതാണ് പീപ്പിൾ വാണ്ട്സ് അവർ ടൈം. ഈ കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ ഒരുപാട് ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അവർക്ക് അതിൽ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വി ഹാവ് ടു ഗിവ് ടൈം ഫോർ ഈച്ച് ആൻഡ് എവറി വൺ, ബട്ട് ഇൻ എ വെരി ഫ്രാക്ഷൻ ഓഫ് ടൈം സ്ലോട്ടിൽ വേണം കൊടുക്കാനായിട്ട്. അതർവൈസ് നമ്മുടെ ടൈം മൊത്തം അവിടെ പോകും. ഓക്കെ, ടൈം ഈസ് വെരി പ്രഷ്യസ്. വി ഓൾ നോസ് ടൈം ഈസ് മണി ആൻഡ് ടൈം വി കനോട്ട് ബ്രിങ് ഇറ്റ് ബാക്ക്, അല്ലേ? അപ്പോൾ ഇതാണ് ഹൗ ടു മാനേജ് പീപ്പിൾ. ഈ മാനേജ് പീപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പീപ്പിൾ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ദേ സ്റ്റാർട്ടഡ് മാനേജിങ് ദെയർ പാരൻസ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികൾ കണ്ടിട്ടില്ലേ, അവരെപ്പോഴും ദേ വിൽ ഫൈൻഡ് ഔട്ട് മോർ ടൈം ഹൗ ടു പ്ലേ. കളിക്കാനായിട്ട് അവർ മാക്സിമം ടൈം കണ്ടുപിടിക്കും, അല്ലേ? അപ്പോൾ ഒരു സമയത്ത് അച്ഛൻ കയറി വരുന്ന സമയത്ത് അവർക്കറിയാം ആ കാലൊച്ചയോ സൗണ്ടൊക്കെ അവർ കേൾക്കുന്നുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ഗോ ടു ദ സ്റ്റഡി ടേബിൾ. എന്നിട്ട് അവർ ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കും. ദേ നോ ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ, അല്ലെ? അച്ഛൻ വരുമ്പോൾ പുസ്തകം, അല്ലെങ്കിൽ പാരൻസ് വരുമ്പോൾ പുസ്തകം തുറന്നു വെച്ച് പഠിക്കുന്ന പോലെ കാണണം. അപ്പോൾ അവരത് മാനേജ് ചെയ്യാൻ പഠിച്ചു. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ക്യാൻ ലേൺ മെനി തിങ്സ് ഫ്രം കിഡ്സ്. ഈ ഒരു കാര്യം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും, ഹൗ ടു മാനേജ് പീപ്പിൾ ഫ്രം ദം. ഓക്കെ, തേർഡ് പോയിന്റ് ആണ് ഹൗ ടു മാനേജ് സോഷ്യൽ മീഡിയ ടൈം. ഇവിടെ എത്ര പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡീടോക്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മൊബൈൽ യൂസ് ചെയ്യാതൊക്കെ നോക്കുന്ന ആളുകൾ, അല്ലേ? ഞാനും ഡീടോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, സോഷ്യൽ മീഡിയ ഹാസ് ബിക്കം എ വൈറ്റൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. അത് നമ്മളുടെ ഒരു ഓർഗൻ പോലെ മാറിക്കഴിഞ്ഞു, മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ സ്ക്രീൻ ടൈമൊക്കെ. സോ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നിടത്തോളം കാലം അതിലേക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ കൂടി വരുള്ളൂ. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ലൈക്ക്, നമ്മൾ അഡിക്റ്റഡ് ആവാത്തതിന് പകരം we have to learn how to rule the social media. We have to learn how to conquer the social media. We have to learn how to use the social media for our personal and financial developments, അല്ലേ? അപ്പോൾ നമ്മൾ rather than following ഒരു 500, 1000, 10,000 റാൻഡം ആളുകളെ ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഇൻട്രസ്റ്റ് പോയിന്റ് ഉള്ള ഏരിയാസ്, അല്ലെങ്കിൽ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയാസിലുള്ള നല്ല നല്ല ചാനൽസ്, നല്ല നല്ല ആളുകളെ ഫോളോ ചെയ്യാം. ലേൺ സംതിങ് ഫ്രം ദം എവറി സിംഗിൾ ഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്കും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ആയി യൂസ് ചെയ്യാം. സോ അതൊരു എന്താ പറയുക, ദെൻ ഇറ്റ് വിൽ ബിക്കം എ ബ്ലെസ്സിങ് ഫോർ അസ് റാദർ ദാൻ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം. നമ്മൾ പല സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുമ്പോഴും സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ്. അപ്പോൾ അഡ്വാൻസ് പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യുന്ന അഡ്വാൻസ്ഡ് വേ ഓഫ് ടെക്നിക്കിലൂടെ ആയിരിക്കണം. ഓക്കെ, സോ വി ഹാവ് ടു ലേൺ ഹൗ ടു കോൺകർ ദ സോഷ്യൽ മീഡിയ. അപ്പോൾ ആ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനിയും ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ സെഷനിൽ ചെയ്യാം. സോ ഇന്നത്തേക്ക് ഇത്രയും മതി. താങ്ക് യു സോ മച്ച്.